ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധൂസ് ഫുഡ് സ്റ്റോറി. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മോര് കറിയുടെ റെസിപ്പിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു കറിയാണ്. ഇപ്പോഴും ഞാനിത് ഡെയിലി ഉണ്ടാക്കാറുണ്ട്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. മോരുകറി ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണിത്. ഇതിൽ തേങ്ങയൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കുമ്പളങ്ങ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇത് സിമ്പിളായി മോരും കുറച്ച് ഐറ്റംസും മാത്രം യൂസ് ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ഒത്തിരി കൂട്ടാനൊന്നുമില്ലെങ്കിലും ഈ മോരുകറിയും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ തന്നെ ധാരാളം. മോരുകറിയോടൊപ്പം മെഴുക്കുവരട്ടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റിയാണ്. ഒന്നും വേണ്ട, ഈ മോരുകറി മാത്രമായി കഴിക്കാനും അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വെറൈറ്റി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് ബാച്ചിലേഴ്സിന് പറ്റിയ നല്ലൊരു കറിയാണ്. 4-5 ദിവസത്തേക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മോരുകറി ഉണ്ടാക്കാനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് മോരാണ്, നല്ല കട്ടി മോരാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് മോര് വേണം. അതോടൊപ്പം തന്നെ പച്ചമുളക് 2ആയി മുറിച്ചത് 2 എണ്ണം, ഒരു 4 തണ്ട് കറി ലീഫ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അളവ് പറയുകയാണെങ്കിൽ ഇത് 1 ടീസ്പൂൺ ഉണ്ട്. അതുപോലെ 1 അല്ലി വെളുത്തുള്ളി. ഇതോടൊപ്പം തന്നെ കടുക്, പറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ജീരകപ്പൊടി, ഉലുവാപ്പൊടി ഇവയെല്ലാം ആവശ്യമുണ്ട്. അത് നമുക്ക് കുക്കിംഗ് ടൈമിൽ കാണാം. അതുപോലെ തന്നെ മോര് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കാനായി സ്റ്റാർട്ട് ചെയ്യാം. മോരുകറി ഉണ്ടാക്കാനായി നമ്മളിവിടെ ചട്ടി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. മോരുകറി, അവിയൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാടൻ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ 1 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം ഒന്ന് മാറണം. കറി ലീഫ് കൂടെ ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി പച്ചമണം മാറി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിന് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ട് വേണം ഒഴിച്ചു കൊടുക്കാനായി. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോരുകറി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാം. ലോ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിലിട്ട് മോര് ഒന്ന് ചൂടാക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇതിന് നന്നായി ഇളക്കി കൊടുക്കുക. ജസ്റ്റ് മോരൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കാൻ പാടില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടോട് തന്നെ ഇതിലേക്ക് ഒരു 2 പിഞ്ച് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. 2 പിഞ്ച് മതിയാകും. നല്ല ഫ്ലേവറാണ്. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മോരുകറിക്ക് നല്ല കളറുണ്ട്. ഇത് ഈ ഒരു വെട്ടത്തിൽ അറിയാൻ കഴിയുന്നില്ല, ഞാൻ മാറ്റി കാണിച്ചു തരാം. ഇതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്കിതിലേക്കുള്ള കടുക് വറുത്തെടുക്കാം.
മോരുകറിക്ക് കടുക് വറക്കാനായി ഒരു കടായി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാം. കറി ലീഫ് എല്ലാം നന്നായി ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം നമുക്കൊരു 3 വറ്റൽ മുളക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളകും വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇടാവൂ. എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടി ഇടാൻ പാടില്ല. കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചൂടിൽ മാത്രം മതിയാകും. ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഈ കടുക് വറുത്തത് നമ്മുടെ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോര് കറി ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല മഞ്ഞ കളറുണ്ട് നമ്മുടെ മോര് കറിക്ക്. അപ്പോൾ നമുക്കിനി കടുക് വറുത്തത് ഈ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കടുക് വറുത്തതെല്ലാം നമ്മുടെ മോര് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല രുചികരമായ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുക് വറുത്തതെല്ലാം ഇതിലേക്ക് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.